ഞാൻ ഗൂഗിൾ സെർച്ച് നടത്തിയപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, ഈ ഭൂമിയിൽ 80 ലക്ഷം വ്യത്യസ്തമായിരിക്കുന്ന ജീവികളും മരങ്ങളും അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ജന്തുവിഭാഗങ്ങളും എല്ലാം കൂടി 80 ലക്ഷം വ്യത്യസ്തമായിരിക്കുന്ന ജീവികൾ, മരങ്ങൾ അങ്ങനെ ഈ ലോകത്തിൽ ഉണ്ട്. അവയെല്ലാം ഈ ജീവൻ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിന് ആവശ്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 80 ലക്ഷത്തിലെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. വ്യത്യസ്തമായ നിലയിലാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ, നമ്മൾ വെളിയിലോട്ട് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുത്ത് അത് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു, പിന്നീട് ഓക്സിജൻ അത് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ സന്തുലിതമായ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ, അങ്ങനെ സന്തുലിതമായ രീതിയിലാണ് ഈ ലോകത്തെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം, നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗം, എങ്ങനെയാണ് ദൈവം വൈവിധ്യത്തിലൂടെ ഏകത ഉളവാക്കുന്നത്, എങ്ങനെയാണ് ദൈവം വ്യത്യാസമായ രീതിയിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ട് അത് ഐക്യതയ്ക്ക് കാരണമായി തീരുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യമേ ഞാനിന്ന് വായിക്കുന്നുള്ളൂ. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കർത്താവ് നമ്മളെ വിളിച്ചതിനനുസൃതമായിട്ട് ജീവിക്കണം എന്ന ഒരു പൊതുവായ നിർദ്ദേശത്തോടു കൂടെയാണ് താൻ 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള അധ്യായത്തിൻ്റെ ഒരു തലവാചകമാണത്. വിശ്വാസികളായി തീർന്ന ആളുകൾ എങ്ങനെയാണ് വിശ്വാസികളായിട്ട് ജീവിക്കുന്നത് എന്നതാണ് 4 മുതൽ 6 വരെയുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ചർച്ചയുടെ സാരാംശം അതാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഐക്യതയിൽ നടക്കണം എന്നതാണ്. വിളിച്ച വിളിക്ക് യോഗ്യമായ നടപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം വിശ്വാസികൾ ഒരുമനപ്പെട്ട ഏക മനസ്സോടുകൂടെ ഐക്യതയിൽ നടക്കണം. വാക്കിംഗ് ഇൻ യൂണിറ്റി ഈസ് എ വാക്ക് വർതി ഓഫ് ദ കോൾ ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് വിളിച്ച വിളിക്ക് അനുസൃതമായ നടപ്പിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ്? അത് ഐക്യതയിലുള്ള നടപ്പാണ്. ഐക്യതയിലുള്ള നടപ്പ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഐക്യതയ്ക്കുള്ള പ്രബോധനമാണ്. എങ്ങനെ നാം ഐക്യതയിൽ ജീവിക്കണം എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു നിർദ്ദേശം, അതിൻ്റെ ഒരു പ്രബോധനമാണ് തരുന്നത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഐക്യപ്പെടുവാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വാട്ട് ബോൺസ് us ടുഗെദർ, നമ്മളെ ഒരുമിച്ച് ചേർക്കുന്ന വസ്തുത എന്താണ് എന്നതിനെക്കുറിച്ചാണ് 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഐക്യതയോടെ ജീവിക്കാനായിട്ട് കാരണമുണ്ട്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. ഐക്യത സൃഷ്ടിക്കാനല്ല കൽപ്പന, ഐക്യത നിലനിർത്താനാണ് കൽപ്പന. ഐക്യത സൃഷ്ടിക്കാൻ പറ്റില്ല. ഐക്യത ദൈവത്തിന് മാത്രമേ ഉളവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപിയായ ഒരു മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർത്ത് കഴിയുമ്പോൾ അവിടെയാണ് ഐക്യത ആരംഭിക്കുന്നത്. അല്ലാതെ ഐക്യത സാധിക്കില്ല. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു
ആശയം നമ്മളോട് പറയുന്ന വാക്യങ്ങളാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരു സെൻറ്റൻസാണ്. പിന്നീട് 11 മുതൽ 16 വരെയുള്ള 16ആണോ 17ആണോ 17 വരെയുള്ള വാക്യങ്ങൾ 16 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വേറെ ഒരു സെൻറ്റൻസാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദീർഘമായ വാക്യങ്ങളാണ് പലയിടങ്ങളിൽ എഫേസ്യ ലേഖനത്തിൽ കാണുന്നത്. ഈ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 120 വാക്കുകൾ ഒരുമിച്ച് ചേർത്താണ് ഒറ്റ പ്രസ്താവന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അതിനൊരു മുഖവുരയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം വൈവിധ്യത്തിലൂടെ ദൈവം എങ്ങനെ ഏകത ഉളവാക്കുന്നു എന്നുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം നമ്മളെല്ലാവരും ഒരുപോലെ ആയതുകൊണ്ടല്ല. നമ്മളെല്ലാവർക്കും ഒരേ സൗന്ദര്യം, ഒരേ വലിപ്പം. എൻ്റെ രീതി അനുസരിച്ച് വലിപ്പമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 5 അടി 5.5 ഇഞ്ച് ഉയരം പാടുള്ളൂ. അങ്ങനെ 5 അടി 5.5 ഇഞ്ച് മാത്രമുള്ള പുരുഷന്മാർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിരി വരും. സഹോദരന്മാർ ചിരിക്കുന്നു, അത് കണ്ടാൽ ചിരി വരും. 6 അടിക്കാർ കുറവാന്ന് തോന്നുന്നു, എന്നാലും ഒരു വൈവിധ്യം രസകരമല്ലേ അല്ലേ? അപ്പം നമ്മൾ ഒരുപോലെ ആയിട്ടല്ല ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വ്യത്യസ്തത നമ്മളെ വിഘടിപ്പിക്കുവാനല്ല, ഒരുമിച്ച് നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. യൂണിറ്റി ത്രൂ ഡൈവേഴ്സിറ്റി. വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളെ ആ വ്യത്യസ്തത ഒരുമനപ്പെട്ട് നിൽക്കാനുള്ള മുഖാന്തരമായി ഉപയോഗിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യൂണിറ്റി ത്രൂ ഡൈവേഴ്സിറ്റി. വ്യത്യസ്തമായിരിക്കുന്ന ആളുകളെ എങ്ങനെ അവരുടെ വ്യത്യസ്തത ദൈവമക്കളുടെ ഐക്യതയ്ക്ക് മുഖാന്തരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിരിക്കുന്ന വാക്യങ്ങളാണ്. പ്രാദേശിക സഭകളെ സംബന്ധിച്ച് ഹോളി കൗ എന്ന് പറയും. ഹോളി കൗ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് എഫേസ്യർ 4:11 എഫേസ്യർ 4:11 എന്ന് പറയുന്നത് പ്രാദേശിക സഭകളെ സംബന്ധിച്ച് ഒരു വിശുദ്ധ പശുവാണ്, അതിനെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് 4:11 ഞാൻ വരുന്നില്ല കേട്ടോ. 4:10 നമ്മളുടെ ഇന്നത്തെ പ്രസംഗം അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് സംഘർഷപൂരിതമായിരിക്കുന്ന മേഖലയിലേക്ക് ഇന്ന് ഞാൻ പ്രവേശിക്കുന്നതല്ല. അതിന് മുൻപ് ഉള്ള അതിൻ്റെ മുഖവുരയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ശരി, നമുക്ക് ഈ വാക്യങ്ങളെ ഒന്ന് നോക്കാം. എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഈ വാക്യങ്ങൾ വായിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു കാര്യം, ഈ വാക്യങ്ങൾ ബുദ്ധിമുട്ടാണ് ഇല്ലേ? ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഈ വാക്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന് മുന്നമേ വായിച്ച് ഈ വാക്യങ്ങളെ സംബന്ധിച്ചതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടായിരിക്കല്ലേ? എന്താ ഈ പറയണേ? അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകും. അപ്പോൾ ഞാൻ 7-ാമത്തെ വാക്യം ആദ്യമേ നിങ്ങളോട് പറയാം. പിന്നെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ 2 പോയിൻ്റാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പോയിൻ്റ് 2ആണ്. എന്നാൽ 2 പോയിൻറ്റിന് ഉപപോയിൻറ്റുകൾ ഉണ്ടാവും. കാര്യം വിശദീകരണം ആവശ്യമായിരിക്കുന്ന വാക്യങ്ങളാണ് ഇത്. ശരി, 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നല്ല പരിഭാഷയാണത്, നല്ല പരിഭാഷയാണ്. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എന്നാൽ എന്ന് പറഞ്ഞാണ് ആ വാക്യം ആരംഭിക്കുന്നത്. എന്നാൽ എന്ന് പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രസ്താവനയാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? എന്നാൽ
എന്ന് പറഞ്ഞു വരുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആശയമാണ് ഈ 7-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് വ്യത്യാസം? 6-ാമത്തെ വാക്യത്തിൽ 6 മുൻപുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് തമ്മിലുള്ളതായിരിക്കുന്ന നമ്മൾ തമ്മിലുള്ള സാദൃശ്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരുമ, നാം ഏത് നിലയിൽ ഒന്നായിരിക്കുന്നു, നമ്മൾക്ക് തമ്മിൽ വ്യത്യാസമില്ലാത്ത മേഖല എന്താണ് എന്നതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഹൗ വി ആർ ദ സെയിം ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൽ നാം എങ്ങനെ ഒരുപോലെ ആയിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഒരു കർത്താവ് അല്ലേ, പറഞ്ഞു എല്ലാവരും കൂടി മുമ്പ് പറഞ്ഞ പോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, ഏക പ്രത്യാശ, ഏക വിളി അല്ലേ, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. 7 ഒന്നിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ ആ വാക്യങ്ങളിൽ. നാം ഒരുപോലെ ആയിരിക്കുന്ന 7 കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. എന്നാൽ എന്ന് പറഞ്ഞ് ഇനി വ്യത്യാസമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് താൻ പറയാൻ പോകുന്നത്. നമുക്ക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാം യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. ഈ ഐക്യമെന്ന് പറയുന്നത് ഒരുപോലെയാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല, ഐക്യതയിൽ വൈവിധ്യമുണ്ട്, വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് വ്യത്യസ്തരായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് വ്യത്യാസമായിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനിയും അപ്പോസ്തലനായ പൗലോസ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നാൽ എന്ന് പറഞ്ഞ് ആ വാക്യം ആരംഭിക്കുന്നത്. എന്നാൽ നമ്മിൽ ഓരോരുത്തന്, അത് വളരെ പ്രത്യേകമായ ഒരു പ്രസ്താവനയാണ്. ഇത് വിശ്വാസികൾക്ക് എല്ലാം ബാധകമായ പ്രസ്താവനയാണ്. വിശ്വാസികൾ ചിലർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഇത് എല്ലാ വിശ്വാസികൾക്കും ബാധകമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ ഈ പ്രസ്താവന ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് പരാജയം വന്നിട്ടുണ്ട് എന്നതിന് സംശയമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും ദൈവസഭയെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള കഴിവ് അഥവാ പ്രാപ്തി അല്ലെങ്കിൽ വരം കർത്താവ് തന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും, നാം ഓരോരുത്തർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ എന്നുള്ളതായിരിക്കുന്ന വാക്കിൽ നിന്നാണ് കൃപാദാനം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. കാറിസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക്. അതിൽ നിന്നാണ് കരിസ്മ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. കരിസ്മ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മവരം, ദാനം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ, വ്യത്യസ്തമായ വരങ്ങൾ, വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കുന്ന പ്രാപ്തി കർത്താവായ യേശുക്രിസ്തു തന്നിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിൻ്റെ ആദ്യത്തെ പോയിൻ്റ്. കർത്താവായ യേശുക്രിസ്തു ഓരോ വിശ്വാസിക്കും ദൈവമക്കളെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള വരം, പ്രാപ്തി, കഴിവ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഞാൻ ഒന്നും കൂടെ അടിവരയിട്ട് പറയാം. പറഞ്ഞു, നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വരം കിട്ടുന്നത്? വരം കിട്ടുന്നത് എങ്ങനെയാണ്? പെന്തക്കോസുകാർ വരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പട്ടിണിയിരിക്കണം, കുറേ കഴിയുമ്പോൾ ഒരു വരം ഇങ്ങ് വരും. ആ വരം അങ്ങനെയാണ് കിട്ടുന്നത്. അത് ബൈബിളിലുള്ള രീതിയല്ല കേട്ടോ, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവിടെ എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം. ഏത് നിലയിലാണ് വരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിൻ്റെ വിശദീകരണമാണ് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യന് കൊടുക്കാൻ വിചാരിക്കുന്ന ദാനം, ആ അളവനുസരിച്ചാണ് ഈ കൃപ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എങ്ങനെയാണ് വരം കിട്ടുന്നത്? ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ച്. കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിക്ക്
കൃപ കൊടുക്കാൻ, അല്ലെ കൃപാദാനം കൊടുക്കാൻ, വരം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. എത്രയും കൊടുക്കണമെന്ന്, ഏത് നിലയിൽ കൊടുക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു തീരുമാനിച്ചോ ആ അളവനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു വരം കൊടുക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. That's what he says. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തപ്പെടണം. കർത്താവായ യേശുക്രിസ്തു എന്ത് ദാനം കൊടുക്കണമെന്ന് വിചാരിച്ചോ ആ അളവനുസരിച്ചാണ് കൃപാദാനം അല്ലെങ്കിൽ കൃപാവരം കർത്താവ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. എങ്ങനെയാണ് വരം കിട്ടുന്നത്? ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ? അല്ല. കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിക്ക് എന്ത് ദാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചുവോ ആ തീരുമാനമനുസരിച്ച്, ആ അളവനുസരിച്ച് കർത്താവ് ആ വ്യക്തിക്ക് ദാനങ്ങളെ കൊടുക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ പരാതി പറയരുത് കേട്ടോ. പരാതി പറഞ്ഞാൽ എന്താ കർത്താവിനോട് പറയുന്നത്? കർത്താവ് അളന്നപ്പോൾ ശരിയായില്ല എന്ന്. എനിക്ക് തന്ന അളവ് വലിയ പറയൊക്കെ വെച്ച് അളന്നല്ലേ ഇദ്ദേഹത്തിന് കൊടുത്തത്. എനിക്ക് വന്നപ്പോൾ ഒരു ചങ്ങഴിയല്ലേ അതിൽ അളന്നിങ്ങോട്ട് തന്നു. ഇല്ല. നല്ലവനായ കർത്താവ് നമുക്ക് തരാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആത്മീയത എന്താണ്? ഒരു വ്യക്തിയുടെ ഭക്തി എന്താ? കർത്താവ് തന്നത് മതി എന്ന് മനസ്സിലാക്കി കർത്താവ് തന്നതിനെ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. വേറൊരാളിന് കിട്ടിയതിനെ കമ്പയർ ചെയ്ത് എനിക്ക് കിട്ടിയില്ല, ഞാനെന്തോ ചെയ്യാനാ എന്ന് പറയുന്നതല്ല ഭക്തി. അതെനിക്ക് കിട്ടണം എന്ന് പറയുന്നതുമല്ല ഭക്തി. കർത്താവ് തന്ന കൃപ, കർത്താവ് തന്ന കൃപാദാനം താൻ അളന്ന് എനിക്ക് മതിയാകും അല്ലെങ്കിൽ എനിക്ക് ആവശ്യമാണ് എന്ന് കണ്ട, എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് കർത്താവ് തീരുമാനിച്ച ആ കഴിവാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ വളരെ പ്രത്യേകതയുള്ള ആളുകളാണ്. നമ്മളൊക്കെ കർത്താവിൻ്റെ കരങ്ങളാൽ അളന്ന് കിട്ടിയ ദാനങ്ങൾ ലഭിച്ച ആളുകളാണ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് എന്ത് തരണം എന്ന് കർത്താവ് തീരുമാനിച്ചു. ആത്മവരങ്ങളെക്കുറിച്ച് പറയുന്ന 4 വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായമാണ്. 2 റോമർ 12-ാമത്തെ അധ്യായമാണ്. 3 എഫേസ്യർ 4 അധ്യായമാണ്. 4 1 പത്രോസ് 4-ാമത്തെ അധ്യായം. ഓർക്കാൻ എളുപ്പമാണ്. 2:12 2:4 1 കൊരിന്ത്യർ 12, റോമർ 12, എഫേസ്യർ 4, 1 പത്രോസ് 4. അങ്ങനെ 4 വേദഭാഗങ്ങളിലാണ് ആത്മവരങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ ആത്മവരം നൽകുന്നത് ആരാ? ആത്മവരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് ബോധിച്ചതുപോലെ, പരിശുദ്ധാത്മാവിന് ഹിതകരമായ രീതിയിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് ആത്മവരങ്ങളെ വിഭജിച്ചു കൊടുക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. റോമർ 12-ലും എഫേസ്യർ 4-ലും വരങ്ങൾ നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ അളവനുസരിച്ച്, യേശുക്രിസ്തുവിൻ്റെ കൃപ അനുസരിച്ച് യേശുക്രിസ്തു എന്ത് നൽകണമെന്ന് തീരുമാനിച്ചു, അതനുസരിച്ചാണ് വരങ്ങളെ നൽകുന്നത് എന്നാണ് എഫേസ്യർ 4-ലും റോമർ 12-ലും പറയുന്നത്. ഇത് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് വരങ്ങളെ നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാനമായിട്ടാണ് അത് നൽകുന്നത്. ത്രിയേക ദൈവമാണ് ആത്മവരങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത്. ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ് യോജിച്ചാണ് വിശ്വാസികളെ പ്രാപ്തിപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്നു എന്ന് പറഞ്ഞാലും കർത്താവായ യേശുക്രിസ്തു തരുന്നു എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം ഒരേ ആശയം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആത്മവരത്തെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കാൻ സാധിക്കില്ല. അതിൽ ആദ്യത്തെ കാര്യം ആത്മവരം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. ഇവിടെ കൃപ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറിസ് എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. 1 കൊരിന്ത്യരിൽ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാവ് സംബന്ധിച്ചത് ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്നതായിരിക്കുന്നൊരു വാക്കും, അതുപോലെ തന്നെ കരിസ്മ, കൃപാദാനം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കും നമ്മൾ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ വാക്കുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആത്മവരങ്ങൾ ദാനങ്ങളാണ്. മനുഷ്യരുടെ യോഗ്യത നോക്കി ദൈവം കൊടുക്കുന്ന കാര്യമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് ദൈവം നൽകുന്ന ദാനങ്ങളാണ് ആത്മവരങ്ങൾ. മനുഷ്യൻ്റെ ഭക്തിക്കുള്ള പ്രതിഫലമല്ല ആത്മവരങ്ങൾ.
മനുഷ്യൻ്റെ ഭക്തിക്ക് ഉള്ള പ്രതിഫലമായിട്ട് കിട്ടുന്നതല്ല ആത്മവരങ്ങൾ. പിന്നെയോ അത് ദൈവത്തിൻ്റെ കൃപയാൽ ദാനമായി മനുഷ്യൻ്റെ യോഗ്യത നോക്കാതെ വിശ്വാസിയായിരിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ കർത്താവ് നൽകുന്ന ദാനങ്ങളാണ് ആത്മവരങ്ങൾ എന്ന് പറയുന്നത്. ദേ ആർ ഗിഫ്റ്റ്സ്. അത് ദാനങ്ങളാണ്. ദേ ആർ ഗ്രേസ്. അത് കൃപയാണ്. അതിൻ്റെ പിൻപിൽ മനുഷ്യൻ്റെ നന്മയും അവൻ്റെ യോഗ്യതയുമില്ല. ദൈവം ദാനമായി കൊടുക്കുന്ന കാര്യമാണ് ആത്മവരങ്ങൾ എന്ന് പറയുന്നത്. ആത്മവരങ്ങളെക്കുറിച്ച് രണ്ടാമത് പറയാൻ കഴിയുന്ന കാര്യം, അത് ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിലും എടുത്തു പറയുകയാണ്, അത് നമ്മളുടെ ഇഷ്ടമനുസരിച്ചല്ലേ ആത്മവരങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമുക്ക് ആത്മവരങ്ങളെ തരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള വരം ഏതാ? ഞാൻ ചിലപ്പോൾ ഇരിക്കുന്നതിന് എനിക്ക് ഇഷ്ടമുള്ളൊരു വരം എനിക്കുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ രോഗശാന്തിയുടെ വരമാണ്. എനിക്ക് അത് ഇഷ്ടമുള്ളൊരു വരമാണ്. നമ്മളങ്ങോട്ട് ചെല്ലുന്നു, രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ശരീരത്തോടങ്ങോട്ട് തൊടുന്നു, ചാടി അവനങ്ങ് എഴുന്നേൽക്കുന്നു. എന്തൊരു നല്ല കാര്യമല്ലേ. അത് കഴിയുന്നുണ്ടെങ്കിൽ ഞാനതിനെക്കുറിച്ച് ഓർത്തപ്പം സാധു സുന്ദരസിംഗ് പറഞ്ഞൊരു പ്രസ്താവന പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ രോഗശാന്തിയുടെ വരത്തെക്കുറിച്ച് പേടിയാന്ന് പറഞ്ഞു. അതിന് കാര്യം എന്താ ചോദിച്ചു? പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ തൊട്ട് ആൾക്കാരങ്ങ് സൗഖ്യമായി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ നോക്കിയിട്ട് ആ നോട്ടം എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്? ഞാനിപ്പോൾ നിങ്ങളെ എങ്ങോട്ട് തൊട്ട് നിങ്ങൾക്ക് രോഗശാന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാബു ജോർജ് സഹോദരൻ ആരാ? സാധാരണ ആൾ വല്ലതും. അത് താങ്ങാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ രോഗശാന്തി വരത്തെക്കുറിച്ചൊരു പേടി എനിക്കുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. നല്ലൊരു വരമാണ്. പക്ഷെങ്കിൽ കർത്താവ് അതെനിക്ക് തന്നിട്ടില്ല. എനിക്ക് കർത്താവിനോട്ട് പരാതിയുമില്ല. കാര്യം ഈ വരം തരണോ വേണ്ടോ തീരുമാനിക്കുന്നത് കർത്താവാണ് കേട്ടോ. അത് കർത്താവാണ് തീരുമാനിക്കുന്നത്. ആർക്കെങ്കിലും ആ വരം കിട്ടിയെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഉപയോഗിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ ആത്മവരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനോട് രോഗശാന്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടൊരു വാക്കോടെ പറയാം. രോഗശാന്തി എന്ന് പറയുന്നതും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രോഗശാന്തി ലഭിക്കുന്നത് രണ്ടാണ് കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് മറുപടിയായുള്ള രോഗശാന്തി എന്ന അനുഗ്രഹം എല്ലാവർക്കും തുല്യമായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് ഹിതമാണ് എങ്കിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ തരുന്നു. അത് പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം നൽകുന്ന രോഗശാന്തിയാണ്. എന്നാൽ രോഗശാന്തി വരവെന്ന് പറയുന്നത് അതല്ല. രോഗശാന്തി വരവെന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ ആ രോഗിക്ക് സൗഖ്യം വരുത്താനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു. അതാണ് രോഗശാന്തി വരം എന്ന് പറയുന്നത്. അതാണ് ബൈബിള് പുതിയ നിയമം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പത്രോസും യോഹന്നാനും പൗലോസും ഒക്കെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്കിപ്പോൾ കിട്ടും എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഈ രോഗശാന്തി സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന വിശ്വാസമുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്, അവരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഈ രോഗശാന്തിക്കാരൻ അറിയാം. അങ്ങനെയാണ് അവർ സൗഖ്യപ്പെടും. ഒരു രോഗശാന്തി കൊടുത്തയാൾ പരാജയപ്പെട്ടിട്ടില്ലല്ലോ. കർത്താവിൻ്റെ അടുക്കൽ വന്നതായിരിക്കുന്ന രോഗശാന്തി വരമാണ്. കർത്താവിൻ്റെ രോഗശാന്തിക്ക് മുഖാന്തരം എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എങ്കിലും ഞാൻ പറയാം, രോഗശാന്തി വരമുള്ള ആളുകളും കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന് ആർക്കും രോഗശാന്തി കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ. എല്ലാവരും സൗഖ്യമാക്കിയിട്ടില്ല, ശരിയാ. 38 വർഷം രോഗിയായി കിടന്ന ആള് അവിടെ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുക. ഒരുപാട് രോഗികളുണ്ടായിരുന്നു കേട്ടോ. ഈ മനുഷ്യന് മാത്രമേ കർത്താവ് രോഗശാന്തി കൊടുത്തുള്ളൂ, മറ്റേ ആർക്കും കൊടുത്തില്ല. എന്നാൽ ഈ മനുഷ്യന് കൊടുത്തു. അതിൽ പരാജയപ്പെട്ടില്ല, അത് അപൂർണമായിരുന്നില്ല, അതിനെക്കുറിച്ച് സംശയമില്ല. അപ്പം രോഗശാന്തി എന്ന് പറയുന്നത് ആ നിലയിൽ പ്രത്യേകതയുള്ള കാര്യമാണ്. അത് ഇന്ന് ആളുകൾക്കുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമാണ്. കാര്യം അങ്ങനെയുള്ള ആളുകളില്ല. അതുകൊണ്ടാണ് അങ്ങനെ രോഗശാന്തി കൊടുക്കാനായിട്ട് കണ്ണുപൊട്ടൻ്റെ മാവേലേറ് പോലെയാണ് ഇന്നത്തെ രോഗശാന്തിക്കാർ. കിട്ടുമായിരിക്കുമെന്ന്. എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ അങ്ങ് ഒരുപാട് തുനിയുന്നില്ല. കാരണം നമ്മുടെ വിഷയം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ശരി, അപ്പോൾ വരം എന്നത് ദാനമാണ്. വരം എന്നത് ദൈവം തൻ്റെ ഹിതപ്രകാരം നൽകുന്നതാണ്. മൂന്നാമത് വരത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത് വരത്തെക്കുറിച്ച് പറയുന്നത് വരം വ്യക്തിപരമായിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ടാണ് വരം നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായിരിക്കുന്ന ഈ ആത്മീക വർധനയും വ്യക്തിപരമായിരിക്കുന്ന ഉപയോഗവുമല്ല വരത്തിൻ്റെ ലക്ഷ്യം.
അത് മറ്റുള്ളവരുടെ നന്മയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് പ്രസംഗിക്കാനുള്ളതായിരിക്കുന്ന ഒരു വരം കർത്താവ് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വരത്തിൻ്റെ ഉദ്ദേശം എന്താ? ഈ വരത്തിൻ്റെ ഉദ്ദേശം ഞാൻ കുളിമുറിയിൽ കയറുമ്പോൾ എന്തു ചെയ്യും? ഭയങ്കര ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് ആത്മീയ വർധന വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ കുളിമുറിയിലൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വരത്തിൻ്റെ ലക്ഷ്യമതല്ല. എനിക്ക് ആത്മീയ വർധന വരത്തക്ക രീതിയിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയല്ല ഈ വരം എനിക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ? തോമസ് ആന്റണി സഹോദര, ദൈവത്തിൻ്റെ വചനം ദൈവജനത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വരം നൽകിയിരിക്കുന്നത്. വരങ്ങളുടെ ലക്ഷ്യം വ്യക്തിപരമായിരിക്കുന്ന ഈ ആത്മീയ വർധനയല്ല. വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആത്മീയ വർധന വരുന്നതിൽ കർത്താവിന് വിരോധമൊന്നുമില്ല, എന്നാൽ അതിൻ്റെ ലക്ഷ്യമല്ല. ഞാൻ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആ പ്രസംഗം മനസ്സിലാകുന്നത് എനിക്കാണ്. അതുകൊണ്ട് പലപ്പോഴും ഗുണമുണ്ടായിട്ടുള്ളത് എനിക്കാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഈ പൂർണ്ണ വിനയത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഞാൻ പ്രസംഗിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച പൂർണ്ണ വിനയത്തിൻ്റെ കാര്യം? ചില ആളുകളോട് എനിക്കങ്ങ് ദേഷ്യം തോന്നി ഹൃദയത്തിൽ. ഉടനെ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, പക്ഷെ പ്രസംഗിച്ചത് എന്തുമായിരുന്നു? പൂർണ്ണ വിനയം. എൻ്റെ കർത്താവേ, പൂർണ്ണ വിനയം. താഴെ നിലത്തങ്ങ് കമന്ന് കിടന്നോളാൻ പറഞ്ഞു. നിങ്ങളെ കോപിക്ക് ഒന്നും വേണ്ടെന്ന്. അപ്പം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിലും പ്രസംഗത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ആത്മീയ വർധനയല്ല. കേൾക്കുന്നവർക്ക് എൻ്റെ പ്രസംഗം മനസ്സിലാകണം, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കണം, അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടാകണം എന്നുള്ളതാണ് ആത്മവരത്തിൻ്റെ ലക്ഷ്യം. ആ പ്രസ്താവന ഊന്നിക്കൊണ്ടാണ് ഞാൻ ചില പ്രസ്താവനകൾ കൂടെ ആത്മവരത്തെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മവരങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ പറഞ്ഞതായിരിക്കുന്ന വേദഭാഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പരിശോധിച്ചാൽ ഏകദേശം 25 വ്യത്യസ്തമായ ദാനങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 25 വ്യത്യസ്തമായ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വരമാകട്ടെ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഡു യു നോ? ദൈവസഭയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക്, ദൈവമക്കൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? That is a very important thing. What is the gift that God has given to you? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ കൃപയുടെ അളവിന് ഒത്തവണ്ണം വരം ലഭിച്ചിരിക്കുന്നു. വരം ലഭിക്കാത്ത ഒരു വിശ്വാസിയില്ല. നിങ്ങൾക്ക് വരമില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല. വരം ലഭിക്കാത്ത ഒരു വിശ്വാസിയില്ല. വരം എന്നത് ദൈവമക്കളെ, ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് ആത്മീയ വർധന വരുത്തുവാൻ, അവർക്ക് പ്രയോജനകരമായി തീരാനായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള എനിക്ക് ലഭിച്ചതായ കഴിവിനെയാണ് ആത്മവരം എന്ന് പറയുന്നത്. ദൈവസഭയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ, ദൈവമക്കൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്ന കഴിവാണ് ആത്മവരം. ചില ആളുകളുടെ ആത്മവരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗത്തിന് വന്ന് ഉറങ്ങുക എന്ന് പറയുന്ന വരമുള്ള ആൾക്കാരുണ്ട്. അവർ യൂത്തിക്കോസ് എന്നാണ് അവരുടെ വിശുദ്ധൻ എന്ന് പറയുന്ന, യൂത്തിക്കോസ് എന്ന് പറയുന്ന ആളാണ് അവരുടെ വിശുദ്ധൻ. ഇങ്ങനെ ഉറങ്ങുക. പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് വരമുള്ള ആളുകളുണ്ട്. നമ്മുടെ ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഒരു കഞ്ഞിയൊക്കെ കുടിച്ച്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇത് നിങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഗിഫ്റ്റ് ദാറ്റ് ഗോഡ് ഹസ് ഗിവൻ ടു മീ സോ ദാറ്റ് ഐ ക്യാൻ ബെനിഫിറ്റ് ദ ചർച്ച് ഓഫ് ഗോഡ്? ദൈവമക്കൾക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള എന്ത് കഴിവാണ്, എന്ത് ശുശ്രൂഷയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അവിടെയാണ് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അവിടെയാണ് ദൈവസഭ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലഭിച്ച വരം എന്താ? നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ദൈവമക്കൾക്കായിട്ട് ചെയ്യുന്നത്? ഞാൻ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വരങ്ങളെക്കുറിച്ച് 25 വരങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്ന നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങൾ പറയാം, ഈ 4 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. ഈ 1 പത്രോസ് 4-ാമത്തെ അധ്യായത്തിൽ വരങ്ങളുടെ വലിയ വിശദീകരണം ഇല്ല കേട്ടോ. എഫേസ്യർ 4:11 ഏതായാലും 5 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.
ഒന്ന് കൊരിന്ത്യർ 12-ാമത്തെ അധ്യായവും റോമർ 12-മാണ് വരങ്ങളുടെ വിശദീകരണത്തെക്കുറിച്ച് പറയുന്ന കാര്യം. അത് എല്ലാ വരങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ പാടാനുള്ള കഴിവ് എന്ന് പറയുന്നൊരു വരമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ബൈബിളിൽ അതൊരു വരമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പല കഴിവുകളുണ്ടാകാം. എന്നാൽ ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. എനിക്ക് കർത്താവ് തന്ന കൃപ എന്താ? ദൈവജനത്തിന്, ദൈവമക്കൾക്ക്, മറ്റുള്ളവർക്ക് പ്രയോജനം വരത്തക്ക രീതിയിൽ ഏത് നിലയിലാണ് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കർത്താവ് നിങ്ങളെ ഒരു നിലയിൽ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾക്ക് കൃപയുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വേലയിൽ പങ്കുണ്ട്. അത് നിങ്ങൾ അറിയണം, നിങ്ങളത് ചെയ്യണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഐ കനോട്ട് ബി എ സ്പെക്ടേറ്റർ ഇൻ ദ വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വേലയിലും ദൈവത്തിൻ്റെ സഭയിലും ഒരു കാഴ്ചക്കാരനായിരിക്കുവാനുള്ള അനുവാദം എനിക്കില്ല. ഇത് നമ്മളുടെ പണിയാണ്, ഇത് നമ്മളുടെ പ്രവൃത്തിയാണ്. നാം ഒരുമിച്ച് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ദൈവജനം എന്ന ഈ ക്രമീകരണത്തിൽ നമുക്ക് ഇതിനെ പണിയാനുള്ള ഒരു പങ്ക് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ഒരു ഉദ്ദേശവും അതാ കേട്ടോ, ദൈവമക്കളുടെ വരങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ആ വരങ്ങളെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നമുക്ക് വേണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് പരസ്പരം ഉത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും? ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് സഭയ്ക്ക് അനുഗ്രഹമായ രീതിയിൽ, അന്യോന്യം അനുഗ്രഹമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും? അത്ഭുതകരമായ രീതിയിലുള്ള വരങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന വരം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒക്കെ പ്രസംഗിക്കാനുള്ള കഴിവ്, അത് വരം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അത് പിന്നെ എന്തുകൊണ്ട്? ദാനം ചെയ്യാനുള്ള വരം. ദാനം ചെയ്യാനുള്ള വരമുള്ള ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ദാനം ചെയ്യാൻ കടപ്പെട്ട ആളുകളാണ്, അത് വേറെ കാര്യം. എന്നാൽ ചില ആളുകൾക്ക് ദാനം ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ, പരിപാലനപരം. പിന്നെ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല്, പിന്നെ ശുശ്രൂഷിക്കാനുള്ള വരം. അങ്ങനെ ഒരുപാട് വരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ഏജിൽ ചില കഴിവുകളൊക്കെ ഈ വരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് തന്ന കഴിവെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ഉത്സാഹിപ്പിക്കാനുള്ള വരം അല്ലേ? ഒരാളിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൽ അത് പങ്കുവയ്ക്കുവാൻ, ഉത്സാഹം പറയുവാൻ, ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒക്കെയുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ദൈവം, കർത്താവായ യേശു ക്രിസ്തു ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് അനുസരിച്ച് കൃപാദാനം, ആത്മവരങ്ങൾ നൽകിയിരിക്കുന്നു. ആ വരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി, മറ്റുള്ളവർ പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 3 കാര്യം പറഞ്ഞ് തീർക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ 4ാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവമാണ് നമുക്ക് ദാനങ്ങളെ തരുന്നത് എന്നുള്ളത് കൊണ്ട് അവസാനം ഇതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടെ ഞാൻ പറയാം. ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു. താലന്തുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. താലന്തുകളെല്ലാം കുഴിച്ചിട്ടതിന് ശേഷം ഒരു താലന്ത് കിട്ടിയ ആൾ കുഴിച്ചിട്ടേച്ച് അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? നിൻ്റേതിതാ എടുത്തുകൊള്ളുക, ദുഷ്ടനും മടിയനുമായ ദാസനെ. ദുഷ്ടനും മടിയനുമായ ദാസനെ. അങ്ങനെ ഒരു പ്രസ്താവന കേൾക്കുന്നത് വളരെ സങ്കടമാണ് എൻ്റെ പ്രിയമുള്ളവരെ. നമുക്ക് ഒരുമിച്ച് ദൈവം നമുക്ക് തന്ന താലന്തുകൾ, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവജനത്തിൻ്റെ ഉപയോഗത്തിനായിട്ട്, ദൈവസഭയുടെ പണിക്കായിട്ട്, സുവിശേഷവൽക്കരണത്തിനായിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കണം. അങ്ങനെയാണ് ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ ആ ചോദ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വരം എന്താ? നിങ്ങളത് എങ്ങനെയാണ് മറ്റുള്ളവർ പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? വീട്ടിൽ ആളുകളെ വിളിച്ച് ഒരു ചോറുണ്ടാക്കി കിടക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതിന് പറയുന്നത് അതിഥി സൽക്കാരം എന്നാണ് പറയുന്നത് കേട്ടോ. അതിഥി സൽക്കാരം പണ്ടൊക്കെ വലിയ അമ്മച്ചിമാർക്കൊക്കെ അതിഥി സൽക്കാരത്തിന് വരവുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള സഹോദരിമാർക്കത് ഇച്ചിരി കുറവാണ് അല്ലേ? ധൃതിയായതുകൊണ്ടായിരിക്കും കേട്ടോ. സഹോദരങ്ങളെ, അത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഒരു സഹോദരനെക്കുറിച്ച് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെ സഭയിൽ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞത്,
ഈ സഹോദരൻ ഞങ്ങളിൽ അനേകം ആളുകളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ചോറുമൊക്കെ തന്നതിന് ശേഷം ഞങ്ങൾ സങ്കടങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരമായി അദ്ദേഹത്തിന് ഭവനം തീർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. എത്ര നല്ല കാര്യമല്ലേ? നിങ്ങളിൽ എത്ര പേര് ആ ശുശ്രൂഷ ഏറ്റെടുക്കാനായിട്ട് മനസ്സുള്ള ആളുകളാണ്? ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവമക്കൾക്ക് ദൈവം തന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കാനുള്ള വരവെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കൃപ ചില ആൾക്ക് പ്രത്യേകമായിട്ടുണ്ടല്ലേ? അത് എന്തൊരു അനുഗ്രഹമാണ് അല്ലേ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരെ കരുതുന്ന, അവർക്കായി ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെന്താണ് ദൈവജനത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ മിനിസ്ട്രി? നിങ്ങളുടെ ശുശ്രൂഷ എന്താണ്? എൻ്റെ ശുശ്രൂഷ എന്താണ്? ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു അളന്നു തന്ന, ദൈവം തീരുമാനിച്ച രീതിയിലുള്ള ദൈവസേവയ്ക്കായി, ദൈവത്തിൻ്റെ സഭയുടെ അനുഗ്രഹത്തിനായുള്ള കഴിവുകൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അവിടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അവസാന ദിവസത്തിലെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ദൈവം തന്ന താലന്ത് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് പരാതിപ്പെട്ട് അത് കുടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തന്നതിൽ വിശ്വസ്തനായിരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. തന്നതിൽ അധികമൊന്നും കർത്താവ് നമ്മളോട് ചോദിക്കില്ല. ലഭിച്ചതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തു എന്നതാണ് കർത്താവ് നമ്മളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ശരി, അതാണ് ആദ്യത്തെ കാര്യം. അതാണ് രണ്ടാമത് പറയുന്നത് ഈ ദാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവം തന്ന ദാനങ്ങൾ വിലയേറിയ ദാനങ്ങളാണ്. ദൈവം നമുക്ക് തന്ന കൃപകൾ വിലയേറിയ കൃപകളാണ്. അതിൻ്റെ മൂല്യം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഔന്നത്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? ഈ ദാനത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി, ക്രൂശിൽ തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് സകല അധികാരവും പ്രാപിച്ച് നമുക്ക് തന്നതായ ദാനങ്ങളാണ് ഈ വരങ്ങൾ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ വരങ്ങൾ, ദൈവം നമുക്ക് തന്നതായ വരങ്ങൾ, ജയാളിയായ, സകലത്തെയും പരാജയപ്പെടുത്തിയ, സ്വർഗങ്ങളുടെ മീതെ ഉയർത്തപ്പെട്ട, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തു തന്നതായ കഴിവുകളാണ്. എത്ര ശ്രേഷ്ഠമായ വരങ്ങളാണ്, അല്ലെങ്കിൽ കഴിവുകളാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ജനം പ്രാപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവിടെ ഈ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് 8-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്ക്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ വരങ്ങളെ വിശദീകരിക്കുവാൻ, വരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുവാൻ, അതിനടിസ്ഥാനമായിട്ട് പഴയ നിയമത്തിൽ നിന്നൊരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഇതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഈ ഉദ്ധരണി എവിടെ നിന്നാണെന്നറിയാമോ? നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന ആളല്ലേ? എനിക്ക് ഈ ഉദ്ധരണി എവിടെ നിന്നാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഉദ്ധരണി എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? പ്രസംഗിക്കുമ്പോൾ അറിയണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉദ്ധരണി എവിടെ നിന്നാന്നൊക്കെ നോക്കി.
സങ്കീർത്തനങ്ങൾ 68-18 വാക്യമാണ്. 68 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തോട് വളരെ അടുപ്പമുള്ളൊരു പ്രസ്താവനയാണ് 8 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയും. അത് 68 സങ്കീർത്തനം 18 വാക്യം. എന്നാൽ 18 വാക്യമല്ല എന്ന് അതിനെക്കുറിച്ച് വിദഗ്ധന്മാർ പറയുന്നു. കാരണം 68 അധ്യായത്തിന് 18 വാക്യം എങ്ങനെയാണ് പറയുന്നത് അറിയാമോ? അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യരോട് ദാനങ്ങളെ വാങ്ങി എന്നാണ് 68 അധ്യായത്തിൻ്റെ 18 വാക്യം. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 68 സങ്കീർത്തനം 68 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 68:18 പറയുന്നത് ഇങ്ങനെയാണ്: നീ ഉയരങ്ങളിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാകുന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്നാണ് ആ പ്രസ്താവന. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഉയരങ്ങളിലേക്ക് അവൻ ഉയരങ്ങളിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. എഫേസ്യർ 4. എന്നാൽ അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയും. ഇതൊരുപാട് വിശദീകരണങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. നിങ്ങൾ വേദശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ പൗലോസ് എങ്ങനെയാണ് ഈ വാക്യങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ദീർഘമായ വിശദീകരണങ്ങൾ അനേകം ആളുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം. 8 വാക്യം 68 സങ്കീർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവന എന്ന് കരുതുന്നതാണ് 68 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൻ്റെ ഉദ്ധരണി എന്ന് കരുതുന്നതിനേക്കാളും മെച്ചം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 68 സങ്കീർത്തനത്തിൻ്റെ ഒരു സാരാംശ പ്രസ്താവനയാണ് ഈ 8 വാക്യത്തിലുള്ളത്. അല്ലാതെ 68-18 ഒരു കൊട്ടേഷൻ അല്ല. കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്, പ്രസ്താവനയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ശരി, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. 68 സങ്കീർത്തനം എന്ത് പറയുന്ന സങ്കീർത്തനമാണ്? ഞാൻ സങ്കീർത്തനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ പല പ്രാവശ്യം കേട്ടൂലേ? 1 മുതൽ 80 വരെയുള്ള സങ്കീർത്തനം ഞാൻ ഈ 10 പ്രാവശ്യം അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കേൾപ്പിച്ചു. ഒരുപാട് 68 സങ്കീർത്തനം വളരെ പ്രസിദ്ധമായിരിക്കുന്നൊരു സങ്കീർത്തനമാണ്. 68 സങ്കീർത്തനം 1 വാക്യം നിങ്ങൾക്കറിയാമോ? ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. തീങ്കൽ മെഴുക ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിച്ചു പോകുന്നു എന്ന് പറയുന്ന സങ്കീർത്തനമാണ് 68 സങ്കീർത്തനം. അതിന് 35 വാക്യങ്ങളുണ്ട്. ദീർഘമായ ഒരു സങ്കീർത്തനമാണ്, മനോഹരമായി രചിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്നറിയാമോ? അതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കൾ ദൈവത്തോട് പരാജയപ്പെടും എന്ന് പറയുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തോട് മത്സരിക്കുന്നത് വ്യർത്ഥമാണ്, ദൈവത്തോട് മത്സരിച്ച് മനുഷ്യർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് ഏറ്റവും ലളിതമായി 68 സങ്കീർത്തനം എന്ന് പറയാനുള്ളത്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ മനുഷ്യരെയൊക്കെ അവൻ്റെ അന്യായങ്ങളും അനീതികളും ഒക്കെ ചെയ്യാൻ ഒരു കാലത്തേക്ക് അനുവദിക്കും കേട്ടോ. ദൈവത്തിന് ജ്ഞാനത്തിൽ ദൈവം ലോകത്തുള്ള മനുഷ്യർ ദുഷ്ടത പ്രവർത്തിക്കാനും ഒക്കെ ഒരു പരിധിവരെയും ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള കാര്യമാണ്. എന്നാൽ അതിനൊരു അവസാനം ദൈവം വെച്ചിട്ടുണ്ടോ? സോദോമ്യർക്ക് ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുവാനൊരു കാലത്തേക്ക് അവർക്ക് സാധിക്കും. പക്ഷെങ്കിൽ ഒരു ദിവസം ദൈവം ഇറങ്ങി വരും. അബ്രഹാമിനോട് പറഞ്ഞു, സോദോമിന് ദുഷ്ടത എൻ്റെ അടുക്കലെത്തി, ആ നഗരത്തിന് നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് അതങ്ങനെ തന്നെയോ എന്ന് നോക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് ദൈവം പറഞ്ഞു. ദൈവം എഴുന്നേൽക്കുന്നു,
അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തോട് മത്സരിക്കാനും ദൈവത്തെ പകയ്ക്കാനും ദൈവത്തെ നിഷേധിക്കാനും ഒക്കെ ഒരു കാലം ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം എഴുന്നേൽക്കുന്ന ഒരു അവസരമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. എല്ലാറ്റിനും ഒരു പരിധി സ്വർഗത്തിൽ ദൈവം വച്ചിട്ടുണ്ട്. ഒരവസാനം ദൈവം നിർണയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് പോകാനായിട്ട് ദൈവം മനുഷ്യനെ അനുവദിക്കുകയില്ല. ഇറ്റ് കംസ് ഇൻ അറ്റ് ദ റൈറ്റ് ടൈം. ഈ നഗരത്തിൻ്റെ കരച്ചിൽ എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. ഇനിയും ഇവരുടെ കാലം നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നാണ് സങ്കീർത്തനക്കാരന് പറയാനുള്ളത്. എന്നിട്ട് കർത്താവായ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത വീണ്ടെടുപ്പിൻ്റെ ചരിത്രം 62-ാം സങ്കീർത്തനത്തിലുണ്ട് കേട്ടോ. അവൻ മരുഭൂമിയിൽ കൂടെ നടന്ന കാര്യം. മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ പർവ്വതങ്ങൾ അവന് മുൻപിൽ കുലുങ്ങിയത്, മഹാനദി അവന് മുൻപിൽ രണ്ടായി പിളർന്നത്, ചെങ്കടൽ വിഭാഗിച്ചത്, അതിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് 68-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ദൈവം എഴുന്നള്ളുന്നു തൻ്റെ ജനത്തെ ഭരിക്കുവാൻ, തൻ്റെ നീതി ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ. ദൈവം ലോകത്തിൽ വരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് 68-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. അവിടെ ഈ ജൈത്ര യാത്ര നടത്തുന്നതായിരിക്കുന്ന ദൈവത്തെ ഒരു ചക്രവർത്തിയോട് യുദ്ധം ജയിച്ചു വരുന്ന ഒരു രാജാവിനോടാണ് 68-ാമത്തെ സങ്കീർത്തനത്തിൽ അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. യുദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് ഇപ്പം ഞങ്ങൾ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞു നിന്ന ആളുകളാണ്. പക്ഷെങ്കിൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കഴുത്തിൻ്റെ അടുക്കൽ ഈ രാജാവിൻ്റെ വാൾമുന അങ്ങനെ നിൽക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ ഇവരൊക്കെ കീഴടങ്ങി അവരുടെ അവകാശവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഈ മനുഷ്യരെ ബദ്ധരായി പിടിക്കുക എന്ന് പറയുന്നത് വിജയത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ്. ശത്രുക്കളെ ബദ്ധന്മാരാക്കുക. 110-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, നിന്റെ ശത്രുക്കൾ എല്ലാവരും നിനക്ക് പാദപീഠം ആകുവോളും. നിലത്ത് കിടന്ന് പ്രാണരക്ഷാർത്ഥം വല്ല വിധേനയും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു വലിയ നിലവിളിയോടുകൂടെ നിലത്ത് കിടന്ന് പാദപീഠത്തിൽ വീണ് കരുണയ്ക്കായി ശത്രുക്കൾ യാചിക്കുന്ന ആ ഒരു ചിത്രമാണ് യുദ്ധത്തിൽ ജയാളിയായിരിക്കുന്ന രാജാവ്, പരാജയപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവിടെ രാജാക്കന്മാരുടെ യുദ്ധത്തിലുള്ള ബ്യൂട്ടി എന്ന് പറയുമല്ലോ, യുദ്ധത്തിലുള്ള വിജയിച്ചതിൻ്റെ കൊള്ള, അതിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നതിൽ ഒരു ഭാഗമെന്നത് ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഈ ക്യാപ്റ്റീവ്സ്, തൻ്റെ ശത്രുക്കളായിരുന്ന ആളുകളെ പരാജയപ്പെടുത്തി അവരെ അടിമകളാക്കിയതാണ് തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് തനിക്ക് കൊള്ളയിൽ കിട്ടിയതായിരിക്കുന്ന അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നേടിയെടുത്തതായിരിക്കുന്ന സമ്പത്ത് തന്നോടൊപ്പം നിന്ന ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുന്നു. അത് രാജാക്കന്മാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ജയിക്കുന്ന രാജാവിൻ്റെ കൂടെ നിൽക്കുന്നത് ഭാഗ്യമാണ്. കാരണം ആ ജയത്തിലൊരു ഓഹരി ആ ആളുകൾക്ക് കിട്ടും. അവർ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ 62-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അറിയാം, പിന്നെ ആളുകൾ ഈ കൊള്ള പങ്കിടുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം അവിടെ 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. അപ്പം അവൻ ബദ്ധന്മാരെ പിടിച്ചു എന്ന് പറയുന്നത് തൻ്റെ ശത്രുക്കളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും തൻ്റെ അടക്കത്തിലും പുനരുത്ഥാനത്തിലും കർത്താവിന് ശത്രുക്കളായിരുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. പിശാചിനെയും പിശാചിൻ്റെ സകല സൈന്യത്തെയും അവൻ്റെ പരിപാടികളെയും പദ്ധതികളെയും എല്ലാം, ലോകത്തിൻ്റെ ക്രമീകരണങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം ഒരർത്ഥത്തിൽ പരാജയപ്പെടുത്തി അവരുടെ മേൽ ജയഘോഷം നേടിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സകല അധികാരവും പ്രാപിച്ചവനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രസന്നനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ബദ്ധന്മാരെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി
കൊടുത്തു എന്നല്ല, ബദ്ധന്മാരെ ഉളവാക്കി എന്ന് പറഞ്ഞാൽ തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. എന്നിട്ട് തനിക്ക് ലഭിച്ചതായ വിജയം തൻ്റെ പക്ഷത്ത് നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് പങ്കുവെച്ചു. ആ പങ്കുവെച്ച കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ആത്മദാനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ജയാളിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജയത്തിൻ്റെ പങ്ക് നമ്മളുമായി പങ്കുവെക്കുന്നതാണ് നമുക്ക് തരുന്നതായിരിക്കുന്ന ആത്മദാനങ്ങൾ എന്ന് പറയുന്നത്. അവൻ ഉയരങ്ങളിലേക്ക് കയറി ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി തൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ദൈവമക്കൾക്ക് നൽകുന്ന വിജയത്തിൻ്റെ ഭാഗമാണ് ഈ ആത്മദാനങ്ങൾ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടെ ഞാനതിനെക്കുറിച്ച് പറയണം. അതായത് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? അപ്പോൾ ഇത് ഒരുപാട് ദുരുപദേശങ്ങൾക്ക് കാരണമായി തീർന്ന ഒരു പ്രസ്താവനയാണ്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, അവിടെ നിന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെയാണ് ഈ വാക്യം പറയുന്നത് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് ദുർവ്യാഖ്യാനമാണ്, അത് തെറ്റായ വ്യാഖ്യാനമാണ്. കാരണം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്ന ആ പ്രസ്താവന, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്ന പ്രസ്താവന, അത് ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്ന് പറയുന്ന ആ പ്രസ്താവന, എന്നാൽ അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് ഇറങ്ങി എന്ന് നമുക്കതിനെ പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ആപ്രസിഷണൽ ഫ്രേസാണ്. അധോഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഭൂമി, അല്ലെങ്കിൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ സംബന്ധിച്ച് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. ഒരു പക്ഷേ അതിനേക്കാളും അല്പം കൂടെ മെച്ചമായിരിക്കുന്ന ഒരു വിശദീകരണം. കാരണം അധോഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്ക് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ദ ലോവർ പാർട്സ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവന അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തെ കുറിക്കാനായിട്ട് പറഞ്ഞൊരു വാക്ക് എന്ന് കരുതുന്നതാണ് ഏറ്റവും നല്ല വിശദീകരണം. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിൽ, അധോഭാഗം എന്ന് പറയുന്ന ആ നിലയിലൊന്നും പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല, ലോവർ പാർട്സ്, ഭൂമിയുടെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ആ പറയുന്ന ആ നിലയിൽ അതിനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നു, താൻ ക്രൂശിൽ മരിച്ചു, ആ മരണത്തിന് തെളിവായിട്ട് തന്നെ അടക്കം ചെയ്തു. അങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം 100% വ്യക്തമാക്കി അതിനുശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ അത്യുന്നതങ്ങളിലേക്ക് കയറിപ്പോയി. അല്ലെങ്കിൽ ഞാൻ പറയാം, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്ന വരം എന്നത് തൻ്റെ മരണപുനരുത്ഥാനങ്ങളാൽ ശത്രുവിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തി പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തു തരുന്ന ദാനങ്ങളാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് കർത്താവ് തന്നതായ ദാനങ്ങൾ, അവൻ ഈ ലോകത്തിലൊരു മനുഷ്യനായി ജനിച്ച് നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിലെ കുരിശിൽ മരിച്ചടക്കപ്പെട്ട് തൻ്റെ ശത്രുക്കളെ എല്ലാം തന്നെ മരണപുനരുത്ഥാനങ്ങളാൽ പരാജയപ്പെടുത്തി സ്വർഗങ്ങളുടെ ഉന്നതികളിലേക്ക് പിതാവായ ദൈവം അവനെ ഉയർത്തി സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകി. ആ കർത്താവാണ് നമുക്ക് ഈ ദാനങ്ങളെ നൽകിയിരിക്കുന്നത്. നമ്മളുടെ ദാനങ്ങൾക്ക് ഉള്ള പ്രാധാന്യം എന്താ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഇതിൻ്റെ പിൻപിൽ ഒരുപാട് ചരിത്രമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു എന്ന കാര്യം ഈ ദാനങ്ങളുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഹി കെയിം, നമ്മെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് വന്നു എന്നത് ഈ ദാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ദാനങ്ങൾ സാധ്യമാകാനായിട്ട് കർത്താവ് എന്താ ചെയ്തത്? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൻ്റെ മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന ദാനങ്ങളുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാണ്. അതിൽ കൂടെ സമ്പാദിച്ച രക്ഷയിൽ പങ്കുള്ളവരായി തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപാടിയിൽ നമുക്ക് പങ്കുമോഹരിയും ലഭിക്കുന്നത്. ദിസ് ഈസ് എൻ എക്സ്പെൻസീവ് ഗിഫ്റ്റ്. ഇത്
വിലയേറിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ഇത്. തൻ്റെ മരണത്താൽ, ക്രൂശ് മരണത്താൽ കർത്താവ് സമ്പാദിച്ച കാര്യമാണ്. ഈ ക്രൂശ് മരണത്തിൽ കർത്താവ് ചെയ്തത്, അവൻ ബദ്ധന്മാരെ പിടിച്ചു. തനിക്കെതിരെ നിന്നതായിരിക്കുന്ന സകല ശത്രുക്കളെയും കർത്താവ് പരാജയപ്പെടുത്തി, തന്നെ കാൽ കീഴാക്കി. അതിനുശേഷം സ്വർഗങ്ങളുടെ ഉന്നതികളിലേക്ക് കയറി, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സകല അധികാരവും പ്രാപിച്ചവനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വലത്ത് ഭാഗത്ത് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പം ആ അധികാരം ലഭിച്ച കർത്താവാണ് നമുക്ക് ഈ ദാനങ്ങൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ദാനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പൂഴ്ത്തി വെക്കണം, അല്ലേ? ഒരു കുഴി കുഴിച്ച് അത് പൂഴ്ത്തി വെക്കണം. അയ്യോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, പറ്റില്ല. ദിസ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. ദിസ് ഈസ് ഏൺഡ് ദ ഹാർഡ് വേ. ഇത് വളരെ വിലയേറിയ വേദനാനിർഭരമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് സമ്പാദിച്ചത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താലും തന്നെ അടക്കം ചെയ്തതിനാലും പുനരുത്ഥാനം പ്രാപിച്ചതിനാലും സമ്പാദിച്ച ആ വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ദാനങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വർധനവിനായിട്ട്, ദൈവജനത്തിൻ്റെ പ്രയോജനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ തങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് തീരുമാനിച്ചാൽ അത് ദൈവജനത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവസഭയുടെ ഉണർവാണ്, ദൈവസഭയുടെ വലിയ അനുഗ്രഹമാണ്. അത് യാതൊരു സംശയമില്ല. എന്താ ദൈവസഭ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാര്യം? എന്താ കാര്യം? 95% ആളുകളും ദൈവസഭയിൽ കാഴ്ചക്കാരാണ്. 95% ആളുകളും ദൈവസഭയിൽ കാഴ്ചക്കാരാണ്. 5% ആൾക്കാരേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് സഭയുടെ പരാജയം. 95% ആളുകൾക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. അല്ലോ ഉണ്ടോ? ഇല്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. 5% ആൾക്കാർ അവർ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ദൈവവേല ചെയ്തോണം. ബാക്കിയുള്ളവർ അവർ ചെയ്യുന്ന വേലയെ വിമർശിച്ച് അവർ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് കാഴ്ചക്കാരായിട്ടിരുന്നോളൂ. അങ്ങനെയല്ല എൻ്റെ സഹോദരങ്ങളെ. സ്വർഗത്തിലെ ദൈവം ഓരോരുത്തന് യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ അളവിനൊത്തവണ്ണം ദാനങ്ങളെ നൽകിയിരിക്കുന്നു. ആ ദാനങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനായി ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ കഴിവ് എന്ത് തന്നെയായിരുന്നാലും അത് ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയാണ്, ദൈവജനത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവവേലയുടെ പുരോഗതിയാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് ദാനമാണ് കർത്താവ് തന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ദൈവം നിങ്ങൾക്ക് തന്ന ദാനങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ദൈവവേലയിൽ പങ്കുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആളുകളാണോ? ദൈവം തന്ന വരങ്ങൾ, എനിക്ക് തന്ന എളിയ കഴിവുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നയാളാണ്. ആ ഒരു സ്ഥിതിയാണോ നിങ്ങൾക്കുള്ളത്? ദൈവം നിങ്ങൾക്ക് തന്ന വരങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയാമോ? കർത്താവ് എത്ര കഷ്ടപ്പാട് സഹിച്ച്, എത്രമാത്രം നമ്മെ സ്നേഹിച്ച് തൻ്റെ കൃപയുടെ നിറവായി നമുക്ക് തന്ന ഈ ദാനങ്ങൾ, അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അത് ദൈവനാമമഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ കർത്താവ് മഹത്വപ്പെടും, തൻ്റെ രാജ്യം ഈ ദേശത്ത് വളരും, സുവിശേഷത്തിന് വർധനമുണ്ടാകും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.